ചില യാത്രകളൊക്കെ നമ്മള് കുറെ ദിവസം മുന്നേ പ്ലാൻ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്താണല്ലോ പോണത്. ഇത് പക്ഷേ അങ്ങനെയൊന്നും ആയിരുന്നില്ല. വളരെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു പറശ്ശിനിക്കടവ് യാത്ര. അപ്പൊ നമ്മള് ചെറുപ്പശ്ശേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇതാ ബസ് കയറിയിട്ടുണ്ട്. നമ്മള് പട്ടാമ്പിന്നാണ് കേട്ടോ ട്രെയിൻ കയറുന്നത്. നമ്മള് മാത്രല്ല പോണത്. ഷോർട്സ് ഒക്കെ കണ്ടവർക്ക് അറിയുണ്ടാവും. എന്റെ അച്ഛയും അമ്മയും പിന്നെ ഒരു അനിയത്തിയും അവളുടെ ഉണ്ണിയുണ്ട് കേട്ടോ. ചെറിയ ആൾക്ക് പനിയൊക്കെ ആയിരുന്നോണ്ട് അവള് വന്നില്ല. ചേച്ചിയും പിന്നെ പോകുന്നില്ല. അപ്പൊ എല്ലാരെയും കൂടി ഒരു കൂട്ടാൻ നിന്നാ പിന്നെ പോക്ക് മുടങ്ങിയാലോ എന്ന് ഓർത്ത് ഞാൻ കൂടുതൽ അരീക്ഷണിക്കാൻ നിന്നില്ല. പെട്ടെന്ന് അങ്ങ് പുറപ്പെട്ടു പോവുകയുണ്ടായത്. അപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിലെത്തിയ അച്ഛോടും അമ്മോടും അനിയത്തിയോടും ഉണ്ണിയോടൊക്കെയുള്ള സ്നേഹപ്രകടനമാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ ഇത്രയും പേർക്ക് ഓർഡിനറി ടിക്കറ്റിന് റേറ്റ് വന്നിട്ട് 600 ആയുള്ളൂ കേട്ടോ. നമ്മൾ റിസർവേഷൻ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ബുദ്ധിമുട്ടൊന്നും ചെയ്തില്ല കേട്ടോ. നമുക്ക് ഇരുന്ന് തന്നെ പോവാനുള്ള സൗകര്യമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. എവിടെയാണ് ഇരുന്നത് എന്ന് നോക്കണ്ട. അച്ഛൻ ആദ്യം കണ്ടോ ലഗേജ് ഒക്കെ വെക്കൂലേ, ആ ഒരു ഏരിയയിലായിരുന്നേ. ഞാൻ തലനാളെ ഉറങ്ങിയിട്ടേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാനും അങ്ങനെ ആദ്യയുടെ തോളിലൊക്കെ ചാഞ്ഞ് ഇത്രയേരൊക്കെ ഉറങ്ങിയിട്ടോ. ഉണ്ണോളുണ്ടാളും പിന്നെ അവിടെ നല്ല കളിയായിരുന്നു, അച്ചൂസും കുഞ്ഞും കൂടെ. അതുകൊണ്ട് അച്ഛയ്ക്കും അമ്മയ്ക്ക് സൂര്യക്കൊന്നും ബോറടിക്കാണ്ട് സമയം പോയിട്ടുണ്ടായിരുന്നു. തിരക്കപ്പെട്ട് എന്റെ കുട്ടി നല്ല ക്ഷീണിച്ചാണ്. അപ്പൊ മൂപ്പരുടെ ടവല് എന്റെ സാരത്തുമ്പാണല്ലോ, അത് വെച്ച് മുഖൊക്കെ ഒന്ന് തുടച്ചു മേനയാക്കി അങ്ങനെ നമ്മളിപ്പോ കണ്ണൂര് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. പിന്നെ നമ്മള് ഇവിടെ നിന്ന് ഫുഡ് കഴിക്കും എന്നുള്ള ആലോചനയിലായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ എന്തായാലും വേണ്ട, പുറത്തെവിടെയെങ്കിലും പോവാന്ന് കരുതി പോയി നോക്കി നോക്കുമ്പോ എവിടെ ഫുഡ് ഉണ്ടായിരുന്നില്ല. ഒരു നേരം കണ്ട നേരല്ലേ, 4 മണി 3:30 ആയിരുന്നല്ലോ. അപ്പൊ അങ്ങനെ എന്തായാലും ഇന്ത്യൻ കോഫി ഹൗസ് എന്നാണ് നമുക്ക് ഫുഡൊക്കെ കിട്ടിയത്. അപ്പൊ നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോ നമ്മള് ബസ്സിന് ഇവിടുന്ന് പോണം കേട്ടോ, പറശ്ശിനിക്കടവ് എത്താനായിട്ട്. അങ്ങനെ ബസ്സിൽ കയറി പറശ്ശിനിക്കടവ് ക്ഷേത്രത്തിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് താമസിക്കാൻ ഒരു റൂം വേണമല്ലോ, ഒന്ന് ഫ്രഷ് ആയി തൊഴാനും മറ്റും. പിന്നെ നമ്മൾ വിചാരിച്ചിരിക്കുന്നുണ്ട് ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഇന്ന് വൈകിട്ടും തൊഴാം, പിന്നെ നാളെ രാവിലെ നേരത്തെ എണീറ്റിട്ടും തൊഴാം. എന്തായാലും ഇത്രയിടം വന്നതല്ലേ, 1-2 വട്ടം ദർശനം കിട്ടിയ അത്രമേൽ സന്തോഷമല്ലേ. ചിലപ്പോ ഒക്കെ ഉണ്ടല്ലോ നമ്മൾ ചില ക്ഷേത്രങ്ങളും ചുറ്റുപാടും കാണാൻ പോണത് ഈ ടിവിയിലോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആ ഒരു സ്ഥലത്തെ അമ്പലത്തെയും പറ്റി പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും അല്ലെ, കണ്ടിട്ടും കേട്ടിട്ടൊക്കെ. മറ്റു ചിലപ്പോ നമ്മൾ പ്രാർത്ഥിച്ച് വഴിപാടിട്ട് അത് കൊടുക്കാനൊക്കെ ആയിട്ടായിരിക്കും. കാര്യമൊക്കെ നേടിക്കഴിഞ്ഞാല് എന്റെ ഈ ഒരു മുത്തപ്പനെ കാണാൻ വരുന്ന യാത്ര എന്റെ ചേച്ചിയിൽ നിന്നാണ് തുടങ്ങിയത് കേട്ടോ. എന്ന് വെച്ചാൽ ഒരിക്കൽ എന്തോ സങ്കടം പറയാൻ അവളെ വിളിച്ചാണ്. അന്നേരം അവളോട് പറശ്ശിനിക്കടവായിരുന്നു. അപ്പൊ അവൾ എന്റെ അടുത്ത് പറഞ്ഞു, സങ്കടപ്പെടണ്ട, വിഷമിക്കേണ്ട, നമ്മുടെ മുത്തപ്പന്റെ അടുത്താണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഒരു കാര്യം, ആ കാര്യം ശരിയായി കഴിഞ്ഞാല് നീ ഇവിടെ എത്തും. അന്ന് നിനക്ക് തോന്നുള്ളൂ മുത്തപ്പന്റെ അടുത്തേക്ക് പെട്ടെന്ന് പോവാൻ നിനക്ക് തോന്നും, അന്ന് നീ ഇവിടെ വന്ന് ദർശനം മേടിച്ചേ തിരിച്ചു പോകാവുള്ളൂ എന്ന് പറഞ്ഞു. ആ വഴിപാട് നടപ്പിലാക്കാനാണ് ഞാനിപ്പോ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. 2ാമത്തെ വർഷമാണത്. 2 വർഷം അല്ലെങ്കിൽ 1.5 വർഷം അങ്ങനെ എന്തോ ആണ് കേട്ടോ ചേച്ചി ആ വഴിപാട് ഇട്ടിട്ട്. അങ്ങനെ എന്റെ ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ആ ഒരു പ്രാർത്ഥന നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അവള് പറഞ്ഞ പോലെ തന്നെ മുത്തപ്പന്റെ അനുഗ്രഹം ഒക്കെ കിട്ടിയിട്ടാ. അവൾ എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു നല്ല തിരക്കുണ്ടാവുകയെ, കുത്തി തിരക്കിട്ടായിട്ടാണെങ്കിലും ശരി മുത്തപ്പന്റെ അടുത്ത് പോയി നിന്റെ നിറകയിൽ കൈവച്ച അനുഗ്രഹം മേടിക്കണം എന്നുള്ളത്. എല്ലാം ഞാൻ അങ്ങനെ തന്നെ ചെയ്തു. നല്ല തിരക്കായിരുന്നു, നമുക്ക് നിക്കാൻ പറ്റൂല, നമ്മളിങ്ങനെ കൊണ്ടേയിരിക്കും ആൾക്കാര്. അത്രയും കൂട്ടാണ് കേട്ടോ. പക്ഷെ അതിന്റെ ഉള്ളിൽ നമ്മൾ നിന്ന് നമുക്ക് അറിയണില്ല, നമുക്ക് നമ്മുടെ മൈൻഡിൽ ഒരു ലക്ഷ്യം ഉണ്ടല്ലോ, മുത്തപ്പന്റെ അനുഗ്രഹം മേടിക്കണം എന്നുള്ളത്. അതുകൊണ്ട് തിരക്കൊന്നും ഞാൻ കണ്ടതേ ഇല്ല. എങ്ങനെയൊക്കെയോ നുഴഞ്ഞു കയറി പോയി ഞാൻ അനുഗ്രഹം മേടിച്ചു. അത്രയും തിരക്കാണ്, പറയാൻ പറ്റില്ല, അത്രയും തിരക്ക്. വെക്കേഷൻ ടൈമല്ലേ. എന്റെ ചേച്ചീനെ പറ്റി സംസാരിച്ചാലേ ഞാൻ വജാലായി പോവുള്ളൂ. അമ്പലത്തിലെ പ്രസാദത്തെ പറ്റി പറഞ്ഞില്ലാലോ. നമുക്കിവിടെ വന്ന പാട് തന്നെ വെള്ളപ്പയർ പുഴുങ്ങിയതും തേങ്ങാപ്പൂളും ചായയും, അതാണ് ഇവിടുത്തെ പ്രസാദം. അതൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് നല്ലൊരു മഹാഭാഗ്യം കൂടെ ഉണ്ടായി. വൈകിട്ട് അമ്പലത്തിലെ പ്രസാദ വീട്ടില് നമുക്ക് പങ്കെടുക്കാൻ പറ്റി. എന്തൊരു സാധുള്ള പ്രസാദമായിരുന്നു എന്നറിയോ. ചോറിന്റെ കൂടെ ഉണ്ടല്ലോ മത്തനും പരിപ്പും കായ തോന്നുന്നു ഒരു കൂട്ടാൻ, കുറുക്കൊന്നും ഇല്ലാത്തൊരു കൂട്ടാൻ കേട്ടോ. പക്ഷെ എന്തൊരു രസമാണ് ആ ചോറിലേക്ക് ആ ഒരു കറി ഒഴിച്ച് കഴിക്കാനായിട്ട്. നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ അങ്ങനത്തെ കൂട്ടുണ്ടാക്കിയ കൂട്ടന്നെ ഉണ്ടാവില്ല. പിന്നെ ഒരു മോര് കാച്ചിയതും പപ്പടവും. അങ്ങനെ പപ്പടം ഉണ്ടായിരുന്നു, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. എന്തായാലും ഉള്ളത് കൂട്ടി നല്ല സ്വാദായിട്ട് കഴിച്ചു. ഇപ്പോഴും നാക്കില രുചിയുണ്ട് പറയുമ്പോഴത്തേക്കും. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഇത്തിരി പർച്ചേസിങ്, പിന്നെ നാളെയും പർച്ചേസ് ചെയ്യാലോ, നമ്മൾ ഇന്നിവിടെ സ്റ്റേ ചെയ്യാണല്ലോ. അപ്പൊ കുറച്ചൊക്കെ സാധനങ്ങളെല്ലാം മേടിച്ച് നമ്മൾ അവിടെ കടകളിലെ സാധനങ്ങളെല്ലാം കണ്ടു. അതുപോലെ ഉണ്ടല്ലോ എനിക്ക് ഇവിടെ വന്ന അത്ഭുതം തോന്നിയ ഒരു കാര്യം പറയട്ടെ. ഈ അമ്പലത്തിന്റെ തൊട്ട് ഇതുപോലെ കടകളാണ്. ഇടയിലൊക്കെ നമുക്ക് സ്റ്റേ ചെയ്യാനുള്ള ഹോട്ടൽ റൂമുകളുണ്ട്, പിന്നെ ഹോട്ടലുകളുണ്ട് ഫുഡ് കഴിക്കാൻ. നോൺ വെജും വെജും ഇവിടെ
മാരിയാണ്. കാരണം മുത്തപ്പൻ അങ്ങനെ നോൺ വെജ് കഴിച്ചു വെച്ചിട്ട് പ്രശ്നമില്ലല്ലോ. നമ്മൾ അറിഞ്ഞുകൊണ്ട് എന്തായാലും കഴിച്ചിട്ട് പോവില്ല, നമ്മുടെ ഒരു ശീലം അങ്ങനെയാണല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെ കഴിച്ചിട്ട് പോണോ അത്രേ, അങ്ങനെ ഒരു രീതി ഉണ്ട് ഇത്രേ. അതൊക്കെ കേട്ട് എനിക്ക് ഭയങ്കര അത്ഭുതമായി. അറിയായിരുന്നു നോൺ വെജ് കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ ഹോട്ടലിലൊക്കെ ചിക്കൻ കറി, അമ്പലത്തിന് തൊട്ടുള്ള ഹോട്ടലിലൊക്കെ ചിക്കൻ വരട്ടിയത് കറി, അതൊക്കെ കണ്ടപ്പോഴേ അത്രയും അത്ഭുതമായി. കാരണം നമ്മൾ അങ്ങനെ കാണാറില്ലല്ലോ. അമ്പലത്തിന്റെ ഒക്കെ ചുറ്റും അധികം ഈ വെജിറ്റബിൾ ഹോട്ടലുകളല്ലേ ഉണ്ടാവുക. കടകളിലൊക്കെ മുഴുക്കൻ ലൈറ്റ് ഇട്ടിട്ട് കാണാൻ നല്ല ഭംഗിയായിരുന്നു. നമ്മള് സാധനങ്ങളൊക്കെ അവിടുന്ന് മേടിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുമ്പോ ഒന്നും വലിയ പ്രശ്നമില്ല. നമ്മള് വെറുതെ ഫോട്ടോ എടുത്തിട്ട് പോയാൽ ഓരോന്ന് ചീത്തേക്കും. ഞങ്ങളെല്ലാം അങ്ങനെ നോക്കി കുഞ്ഞൊന്ന് 2 കൂട്ടി കമ്മലൊക്കെ മേടിച്ച് ഒരു 8, 10, 15 ഫോട്ടോയും എടുത്തിട്ടാണ് തിരിച്ചാ കടകളും നോക്കി ഇങ്ങോട്ട് ഇറങ്ങിയത്. മുത്തപ്പന്റെ നല്ല ഭംഗിയുള്ള വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നേ, ഫോട്ടോകള് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഏത് സ്ഥലത്ത് പോകുമ്പോഴും അതിന്റേതായ ഒരു ഓർമ്മയ്ക്ക് എന്തെങ്കിലുമൊക്കെ മേടിക്കണമല്ലോ. അങ്ങനെയുള്ള പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ സൂപ്പർ ആയിട്ട് ചെയ്യാൻ പറ്റും ഈ ഒരു ഏരിയ കൂടെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ. അതുപോലെ വെയിറ്റ് നോക്കുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു അവിടെ കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും വെയിറ്റ് നോക്കിയായിരുന്നേ. ഞാനുണ്ടല്ലോ 58 കിലോ ഉണ്ട് കേട്ടോ വെയിറ്റ്. പക്ഷെ കമ്മിയായിരിക്കുകയാണ്. മുന്നേ 60 ഒക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ കമ്മിയായി 58. ഇപ്പൊ കുറെ ആയിട്ട് ഇങ്ങനെ 58, 57, 58, 59 ആ ഒരു ലെവലിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ വെയിറ്റ് ഇതിലാരെന്നറിയോ? ഏറ്റവും കൂടുതൽ അച്ഛ, പിന്നെ രമേശ് ചേട്ടൻ, പിന്നെ ഞങ്ങൾ എല്ലാരും അവിടുന്ന് അങ്ങോട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് താഴോട്ട് അങ്ങനെ പോകുന്നേ. അപ്പൊ നമ്മളൊക്കെ അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നല്ലോ ചോറ്. അച്ചു മാത്രം കഴിച്ചില്ല. അവന്റെ വിചാരം അത് പ്രസാദമാണല്ലോ, അപ്പൊ അത് കഴിക്കുക, എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ഫുഡ് കഴിക്കുക. അങ്ങനെയൊക്കെയാണ് മൂപ്പര് ധരിച്ചു വെച്ചിരുന്നത്. എന്റെ അടുത്താണ് ഇരിക്കണെങ്കിൽ ഞാൻ വാരി കൊടുക്കുകയും ചെയ്യും. ഓന് രമേശ് ചേട്ടന്റെ അടുത്തായിരുന്നേ. അതുകൊണ്ട് അവൻ കഴിച്ചില്ലാണ്ടപ്പോ രമേശ് ചേട്ടാ വേണ്ടെങ്കിൽ വേണ്ടായിട്ട് അവൻ എഴുതിയിട്ട് ഒരു നിർബന്ധിക്കാൻ നിന്നിട്ടില്ല. അതല്ലെങ്കിൽ അച്ഛന്മാരുടെ നോട്ടം അങ്ങനെ, അമ്മമാരുടെ നോട്ടം വേറെ ഇരിക്കോ, ഒരു ഇതൊക്കെ അങ്ങനെയാണല്ലോ. ഞാനാണെങ്കിൽ വേണ്ട പറഞ്ഞാലും വാരി കൊടുക്കും കേട്ടോ. പക്ഷെ ഒന്നും കഴിച്ചിട്ടില്ല പറയുമ്പോക്ക് സമാധാനം പോയി. കുട്ടികളെ വയറ് അറിഞ്ഞിട്ടില്ലെങ്കിൽ പിന്നെ നമ്മളെ അമ്മമാർക്ക് അങ്ങനെയാണല്ലോ. എല്ലാ അമ്മമാർക്കും അല്ല, ഏറെക്കുറെ അമ്മമാർക്ക്. അപ്പൊ അങ്ങനെ പൊറാട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു കടയിൽ പോയിട്ട്. പൊറാട്ട മാത്രമല്ല, ആ കൂട്ടത്തിൽ ഞങ്ങളൊക്കെ ഓരോ ചായയും ലൈമും അങ്ങനെയും കഴിച്ചിട്ടുണ്ടായിരുന്നു, കുടിച്ചിട്ടുണ്ടായിരുന്നു. കുറെ നേരം പർച്ചേസിങ്ങിനൊക്കെ നടന്നതല്ലേ. അപ്പൊ അങ്ങനെ പൊറാട്ടയെല്ലാം മേടിച്ച് അതുകൊണ്ടാണ് നമ്മൾ റൂമിലോട്ട് പോകുന്നത്. ഇത് വന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു റൂമാണ്. 5 ബെഡ് ഉണ്ട്. ഇതിൽ വേണമെങ്കിൽ ഇഷ്ടംമാതിരി ആൾക്ക് കിടക്കാം. കാരണം ഓരോ ബെഡിൽ നമുക്ക് എന്താ പറയാ 2 ആൾക്കും 3 ആൾക്കൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിടക്കാം. കുഞ്ഞു കട്ടിലാണേലും ഇങ്ങനെ കൂട്ടി ഇട്ട കാരണം കൊണ്ട് നമുക്ക് ഒത്തിരി പേർക്ക് കിടക്കാൻ പറ്റും. 3200 രൂപയായിരുന്നു ഈ ഒരു വലിയ റൂമിന് വന്നിട്ട് റെന്റ്. പിന്നെ ഒരുപാട് സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് വേറെ കാര്യം. എന്നാലും കുഴപ്പമില്ല, അമ്പലത്തിന്റെ തൊട്ടടുത്തായിരുന്നു, നമുക്ക് പോകാനും വരാനും ഒക്കെ നല്ല എളുപ്പമായി. ഇത് വന്നിട്ട് തൊട്ടടുത്ത ദിവസം എടുത്ത വീഡിയോ ഭാഗങ്ങളാണ്. ഇന്നലെ ഞാൻ എടുത്ത സാരി, അതുപോലെ ഈ സാരി, എന്റെ അനിയത്തി എടുത്ത സാരി, ഇത് 3ഉം നമുക്ക് ഇൻസ്റ്റയിലുള്ള വെൽവെറ്റ് ഗാർഡൻ കളക്ഷൻ എന്നുള്ള പേജിൽ നിന്ന് വന്നതാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ഭംഗിയുള്ള മൽക്കോട്ടന്റെ സാരികളൊക്കെ വേണമെങ്കിൽ, മൽക്കോട്ടൻ സാരി മാത്രമല്ല നല്ല കോട്ടൺ പട്ടുകളും ഒക്കെ ഉണ്ട്. ഒത്തിരി കളക്ഷൻസ് ഉണ്ട്. നല്ല ഭംഗിയുള്ള നിറമാണ്. ഇപ്പൊ ഞാൻ ചുറ്റിയ സാരിയുടെ ഒക്കെ നിറം നല്ല ഭംഗിയില്ലേ? എന്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഞാൻ ഉടുത്തപ്പോ തന്നെ പറഞ്ഞു ഇത് എനിക്ക് വേണം, ഇത് ഇവിടെ ഊരിട്ടളെ പറഞ്ഞു. അപ്പൊ ഞാനത് അങ്ങനെ ഊരി കൊടുത്തിട്ടുണ്ട് അമ്മയ്ക്ക്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു നിറമാണ് അത് കേട്ടോ. അമ്മയ്ക്ക് ഒരു ബ്ലൗസ് ഒക്കെ മീഷോന്ന് ഓർഡറൊക്കെ ആക്കി അപ്പയ്ക്കപ്പ അത്ര ഇഷ്ടപ്പെട്ടു എന്നാ പറഞ്ഞത്. അപ്പൊ ഇതുപോലുള്ള സാരികളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ DM ചെയ്താൽ മതി ആ പേജില്. റേറ്റ് വലിയൊരു ഹ്യൂജ് ഒന്നും അല്ല. കാരണം ഈ മൽക്കോട്ടൺ, പ്യുവർ മൽക്കോട്ടനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും. ഈ ഒരു പേജിൽ നിന്ന് മേടിച്ചപ്പോ എനിക്കത് റേറ്റ് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഫീൽ ആയത്. പിന്നെ ഞാൻ മുക്കിയായിരുന്നു, അപ്പോ നേരൊന്നും പ്രശ്നമില്ല, ഒക്കെ നല്ലതാണ്. വേണ്ടവർ മാത്രം പോയി മേടിക്കുക എന്നാണ് പറഞ്ഞു വരുന്നത്. എന്റെ അനിയത്തിയുടെ സാരി കാണാനും നല്ല ഭംഗിയായിട്ടുണ്ട് അല്ലെ? കാരണം ഒരു ടെമ്പിൾ ലുക്ക് സാരിയാണ് അത്. കണ്ടാൽ ഒരു സെറ്റ് സാരി എന്ന് തോന്നും. സെറ്റ് സാരി അല്ല, ഒരു കല്യാണത്തിനും അമ്പലത്തിക്കും ഒക്കെ എടുക്കാൻ പറ്റുന്ന ഒരു ഭംഗിയുള്ള ഒരു ചെക്ക് ഗോൾഡൻ കളർ ചെക്കാണ് ആ സാരി ഉടനീളമുള്ളത്. ആ ഒരു ക്രീം കളറിൽ കേട്ടോ. എനിക്ക് നല്ല ഡാർക്ക് കളർ ഓറഞ്ച് ഷെയ്ഡ് ബ്ലൗസ് വന്നപ്പോ നല്ല ഭംഗിയായി. പിന്നെ ഇവിടെ വരുമ്പോ നമ്മളൊരു സഞ്ചി എടുത്തിട്ട് വരിക. ഇക്കണ്ട ജമിക്കികളും കമ്മലുകളും ഒക്കെ മേടിച്ചു പോകാനായിട്ട്. കാരണം നമ്മൾ പുറത്തുനിന്നൊക്കെ കമ്മല് മേടിക്കുന്നതിന്റെ പകുതി റേറ്റേ ഉള്ളൂ ഈ ജമിക്കുകൾക്കൊക്കെ. നമ്മൾ ഫാൻസിയിലൊക്കെ പോയിട്ട് ഒരു കുഞ്ഞു ജമിക്കി എടുത്താൽ തന്നെ എന്തോരം പൈസയാവും. ഇതിനൊന്നും അത്ര വലിയൊരു റേറ്റ് ഇല്ല. ഞാൻ മേടിച്ച് ഇപ്പൊ ഈ ഒരു ഡ്രസ്സിനിട്ട കമ്മലിന് 160 രൂപയാണ്. നല്ല ഭംഗിയുള്ള ഒരു ജമിക്കിയാണ്. അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടായിരുന്നേ. ഇന്നലെ രാത്രി വരെ നല്ല തിരക്കുണ്ടായിരുന്നേ. അതേപോലെ ഇപ്പൊ ഞങ്ങൾ രാവിലെ വന്നപ്പോഴും അതേ കൂട്ട് തിരക്ക് ഏകദേശം ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ആൾക്കാർ വന്നും പോയി കൊണ്ടേ ഇരിക്കുകയാണ്. വെക്കേഷൻ ടൈമിലൊക്കെ ആകുമ്പോൾ തിരക്കൊക്കെ ഉണ്ടാവും. പക്ഷെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ മെനക്കെട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദർശനമൊക്കെ സൂപ്പർ ആയിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പൊ പറശ്ശിനിക്കടവൊന്നും വരാത്തവര് ലൈഫിൽ ഒരു തവണയെങ്കിലും ഒക്കെ മുത്തപ്പനെ ഒന്ന് വന്ന് കാണുക, തൊഴുക, പ്രാർത്ഥിക്കുക അല്ലെ. എന്താ വെച്ചാൽ നമുക്ക് ഒക്കെ വ്യത്യസ്ത തരം ക്ഷേത്രങ്ങളല്ലേ. ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു നോൺ വെജ് ഒന്നും കഴിച്ചാലും പ്രശ്നമില്ലാത്തൊരു ക്ഷേത്രം, ഇങ്ങനെ ഒരു സ്ഥലത്തൊക്കെ പോണത്. ഇത് വേറൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഇതിന്റെ 4 പുറക്ക്
കാണാൻ പ്രത്യേക ഭംഗിയാണ്. ബോട്ടിങ്ങും ഒക്കെ ഉണ്ട്. ഇപ്പൊ മക്കളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രാർത്ഥനയും കാര്യങ്ങൾക്കും അപ്പുറം മക്കളുമായിട്ടൊക്കെ ഒരു നല്ല ദിവസം സ്പെൻഡ് ചെയ്യാനും കൂടി പറ്റിയ ഒരു ഇടമാണ് നമ്മുടെ പറശ്ശിനിക്കടവ് കേട്ടോ. രാത്രി ഉണ്ടല്ലോ ഫുൾ വെളിച്ചത്തില് ആ ഒരു വെള്ളവും അതിലിങ്ങനെ ലൈറ്റുള്ള ബോട്ടൊക്കെ കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. അതുപോലെ തന്നെ അതിരാവിലെ ഈ ഒരു ഭാഗം ഒരു പ്രത്യേക ഐശ്വര്യമാണ് കേട്ടോ. നമുക്ക് എന്താ പറയുക, വല്ലാത്തൊരു പോസിറ്റീവ് എനർജി ഒക്കെ കിട്ടും ഈ ഒരു സ്ഥലത്ത് നിന്ന്. അങ്ങനെ നമ്മൾ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അമ്പലത്തിന്റെ 4 ഓർത്ത് കൂടി നടന്നിട്ട് ഞാനും അമ്മയും കുറെ നേരം ഉള്ളിൽ കയറി തൊഴുതു. സൂര്യ ഉണ്ണിയോളും പുറത്ത് നല്ല ഫോട്ടോഷൂട്ടിലായിരുന്നേ. ഞാൻ കുറച്ചു നേരം ഉള്ളിൽ നിന്ന് തൊഴുതിട്ട് പിന്നെ ഞാനും ഇറങ്ങി പോന്നു. പിന്നെ അമ്മ മാത്രമാണ് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് കേട്ടോ. എന്റെ മനസ്സിൽ ഞാൻ കണ്ട ഒരു പറശ്ശിനിക്കടവ് തന്നെയായിരുന്നു ഇവിടെ വന്ന് ഇവിടെ മുത്തപ്പനെയും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോഴത്തേക്കും. കാരണം നമ്മള് അവിടെ ഇവിടെ കുറെ വീഡിയോസും ഷോർട്സ് ഒക്കെ കാണുകയാണല്ലോ, അതുകൊണ്ട് നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത്. അതേപോലെ തന്നെയായിരുന്നു. പക്ഷെ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി. ഞാൻ പ്രതീക്ഷിച്ചിരുന്നു മുത്തപ്പൻ കൽപ്പന തരുമ്പോഴത്തേക്കും നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്കൊരു കുഞ്ഞു കൽപ്പനയൊക്കെ കിട്ടുമായിരിക്കും എന്നൊക്കെ ഓർത്തു. പക്ഷെ അതുണ്ടായില്ല. എല്ലാവർക്കും ഇങ്ങനെ നെറുകയിൽ കൈവച്ച് അനുഗ്രഹമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഞാൻ ഓർത്തു ഇനി അതിന് വല്ല സ്പെഷ്യൽ വഴിപാടോ മറ്റോ ചെയ്യണമായിരിക്കുമെന്ന്. അപ്പൊ പിന്നെ അമ്പലത്തിൽ കണ്ട ഒരു പെൺകുട്ടി പറഞ്ഞു അതിങ്ങനെ ഇവരുടെ ഏരിയയിലൊക്കെ വീടുകളിൽ ഇങ്ങനെ തെയ്യോ തോറ്റും അങ്ങനെ എന്തോന്ന് പറഞ്ഞിട്ടോ. എനിക്ക് ക്ലിയർ ആയിട്ടില്ല. അങ്ങനെ എന്തോ കഴിപ്പിക്കും അത്രേ. ആ സമയത്ത് അവിടെ എത്ര ആളുണ്ടെങ്കിലും ഇതുപോലെ കൽപ്പനയൊക്കെ കൊടുക്കുമെന്ന്. അതിന് നമ്മള് അതത് വീടുകളിൽ എവിടെ വെച്ചാ അത് അങ്ങനെ പോകേണ്ടി വരും തോന്നുന്നു. അതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല കേട്ടോ. പക്ഷെ എനിക്കൊരു ആഗ്രഹമുണ്ട് അങ്ങനെ മുത്തപ്പന്റെ ഒരു കൽപ്പന നേരിട്ട് കൊള്ളണം എന്നുള്ളത്. സർവേശ്വരനെ അനുഗ്രഹിച്ചാൽ നമുക്ക് അതെല്ലാം കൊള്ളാനും ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം ഒക്കെ നടന്നോളും അല്ലെ. ഇതൊക്കെ ഇപ്പൊ നടന്നില്ലേ, അതുപോലെ അതെല്ലാം നടന്നോളും. അതിനെല്ലാം മുത്തപ്പനെ അനുഗ്രഹിക്കട്ടെ നമ്മളതിനെ. ഇതുപോലെ പറശ്ശിനിക്കടവിലുള്ള ഒരു പ്രത്യേകതയാണ്, നിറയെ നായ്ക്കൾ ഉണ്ടായിരിക്കും കേട്ടോ ഈ അമ്പലത്തിന്റെ 4 പുറവും. പക്ഷെ ആയിട്ട് നമ്മളെ നേരെ കുരയ്ക്കോ ചാടുവോ നമുക്കൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കണില്ല. ആരും തന്നെ ഐറ്റങ്ങളെയും ബുദ്ധിമുട്ടിപ്പിക്കണില്ല. എറിയണോ ആട്ടണോ ചീത്ത പറയണോ ഒന്നുമില്ല. അതുകൊണ്ടാണോ എന്തോ അതോ മുത്തപ്പന്റെ ഒരു അനുഗ്രഹമാണോ എന്തോ നായ്ക്കളെ കൊണ്ടൊന്നും ആർക്കും ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ അച്ചൂസിന്റെ അടുത്ത് പറഞ്ഞു, അച്ചൂസ് നല്ലോണം പ്രാർത്ഥിക്കുക, അവനാണ് എപ്പോഴും നായിട്ട് ഓടിക്കും, നായനും പേടിയൊക്കെ, അതൊക്കെ മാറും ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചാന്നൊക്കെ പറഞ്ഞു. അതൊക്കെ പ്രത്യേകം പ്രാർത്ഥിപ്പിച്ചായിരുന്നു. പിന്നെ അതുപോലെ തന്നെ പറശ്ശിനിക്കടവിന്റെ ഉള്ളിലോട്ട് കയറുന്ന ഒരു എൻട്രിയിൽ നായയുടെ ഒരു വിഗ്രഹം ഒക്കെ ഉണ്ട്, നാവൊക്കെ ഇങ്ങനെ പുറത്തേക്ക് തൂക്കിയിട്ടിട്ടുള്ള. അപ്പൊ അച്ചൂസ് അതിലൊക്കെ തൊട്ട് പ്രാർത്ഥിക്കുകയും തൊട്ട് നെറുകിൽ വെക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യമായിട്ട് ബോട്ട് കയറാൻ പോകും എന്റെ അമ്മ. ആദ്യമായിട്ട് അമ്മ എത്ര വഴിപാടിരുന്നാവോ പേടിച്ചിട്ട്. അമ്മ ആദ്യമായിട്ട് പേടിക്കണ്ടാക്കും അരമണിക്കൂർ 40 രൂപ ബോട്ട് പുറപ്പെടാൻ പോവാ. ടിക്കറ്റ് ബോട്ട് തന്നെയാണ് കേട്ടോ, വൈറ്റ് ബോട്ട് കേട്ടോ. പൊതുവേക്ക് ബോട്ടിൽ കയറാൻ പേടിയാണ്. പക്ഷെ നമ്മള് ഗോവയ്ക്കൊക്കെ പോയപ്പോ കേറിയായിരുന്നു കേട്ടോ. പക്ഷെ ഇത്തവണ ബോട്ടിൽ കയറുമ്പോ എനിക്ക് പേടി ഉണ്ടായിരുന്നില്ല, നല്ലൊരു സന്തോഷമായിരുന്നു. എന്താ വെച്ചാൽ എന്റെ അമ്മ ഇതുവരെ ബോട്ടിൽ കയറിയിട്ടില്ല. അമ്മയുടെ ഫസ്റ്റ് ബോട്ട് യാത്രയാണ് ഇത്. അപ്പൊ അതിന്റെ ഒരു പൊലിവ് ഉണ്ടായിരുന്നു. ശരിക്കും നമുക്ക് പറ്റാവുന്ന സ്ഥലത്തൊക്കെ നമ്മുടെ അച്ഛയും അമ്മയൊക്കെ കൊണ്ടുപോകാൻ നോക്കണം എല്ലാരും. എന്താ വെച്ചാൽ പലപ്പോഴും ഓരോ കുറെ ആഗ്രഹങ്ങള് അമ്മക്കൊക്കെ വേണ്ടിയിട്ട് മക്കളെ നോക്കുന്ന കഷ്ടപ്പാടും അല്ലാത്ത കുറെ പ്രശ്നങ്ങൾക്കും ഇടയിൽ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പൊ നമുക്ക് പറ്റുമ്പോ പറ്റണമാരെയൊക്കെ ഒരേ സന്തോഷമായിട്ട് നോക്കുക അല്ലെ, അങ്ങനെ തന്നെയല്ലേ വേണ്ടത്. അപ്പൊ അങ്ങനെ അച്ഛയും അമ്മയും ബോട്ടിലൊക്കെ നിന്നിട്ട് ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിക്കുന്നത് ഞങ്ങള് മക്കള് ശരിക്കും എൻജോയ് ചെയ്തട്ടോ. പിന്നെ നമ്മളെ പതിവ് ശീലം ഒരു തുള്ളിയാസരം കുറച്ച് അവസരം കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് റീൽസ് എടുക്കണ്ടേ. അപ്പൊ ഞങ്ങള് കുറച്ച് റീൽസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ജാക്കറ്റ് ഒക്കെ ഇട്ട് നിക്കണം എന്നായിരുന്നു. എന്റെ ഉള്ളിൽ ഉണ്ടാവില്ല ഒരു സേഫ്റ്റി ജാക്കറ്റ്. പക്ഷെ അതൊന്നും ഇടാൻ എന്റെ കൂടെ വന്നിട്ട് ഞങ്ങളൊന്നും തയ്യാറാവണില്ല. എന്റെ അമ്മ പാവം കേൾക്കും പറഞ്ഞാല്, ബാക്കി ഒന്നും പറഞ്ഞാൽ കേൾക്കൂല. അപ്പൊ പിന്നെ ഓര് പോണ വഴിക്ക് ഞാനും അമ്മയും പോവാച്ചിട്ട് ഞങ്ങൾ ഓരുടെ കൂടെ അവിടെ നിന്ന് കാഴ്ചകളെല്ലാം കണ്ടട്ടോ. അപ്പൊ ബോട്ടിന്റെ ഉള്ളിൽ ഇങ്ങനെ അവർ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ പാട്ട് ഡാൻസ് എന്തെങ്കിലുമൊക്കെ കലാപരമായ കഴിവുകളുള്ളവർക്ക് ഇതൊരു വേദിയാണ്, നിങ്ങൾക്ക് പ്രോഗ്രാം ഒക്കെ അവതരിപ്പിക്കാം, കണ്ടിരിക്കാൻ എല്ലാവർക്കും നല്ല രസമാവുമല്ലോ, അവർക്ക് അതൊരു അവസരമാവും. അപ്പൊ അങ്ങനെയൊക്കെ അനൗൺസ് ചെയ്തു എന്നല്ലാണ്ട് ആരും അധികം മുതിർന്നില്ല അത്തരം കാര്യങ്ങൾക്കൊന്നും. ഒരു പെൺകുട്ടിയാണ് അതിനൊക്കെ തയ്യാറായത്. നല്ല രസമായിട്ട് ഡാൻസ് കളിച്ചട്ടോ ഒരു പെൺകുട്ടി. നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ ഒരു കുട്ടിയുണ്ട്, എല്ലാതരം എന്താ പറയാ കഴിവുകളും ഉണ്ട്. ഡാൻസ് കളിക്കും, പാട്ട് പാടും, ചിത്രം വര എല്ലാം ഉണ്ട്. പക്ഷെ അത് ആരും അറിയിക്കൂല. നമ്മുടെ കുഞ്ഞാറ്റക്കുട്ടി, ഞാൻ കുറെ പറഞ്ഞു കുഞ്ഞു പോയിട്ട് എന്തെങ്കിലും ഡാൻസ് കളിക്കൂ, പാട്ട് പാടൂ, ഉണ്ണിക്ക് എന്തൊക്കെ അറിയാം. ഉണ്ണി വളയ്ക്കുമ്പോ കൊലക്കുന്ന ജാതിയേ അല്ല, ഏട്ടന്മാരെ പോലെ തന്നെ. അമ്മയും മകളും വീട്ടിൽ നിന്ന് നല്ല ഡാൻസ് ഒക്കെ പഠിച്ചിട്ടാ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ ഇവിടെ എത്തിയപ്പോ അമ്മയ്ക്ക് കളിക്കണമെന്നുണ്ട്, കുട്ടി കളിക്കാൻ കൂടൂല എന്നായി. പിന്നെന്ത് ചെയ്യാനാണ്. അപ്പൊ അങ്ങനെ ബോട്ടിൽ ഒരു ഡാൻസ് ഒക്കെ കണ്ട് തൽക്കാലം ഞങ്ങൾ അത് സന്തോഷം ആസ്വദിച്ചു.
അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ബോട്ടൊക്കെ ഓരം ചേരാറായിട്ടുണ്ട്. അടുത്ത ട്രിപ്പ് കയറാൻ വേണ്ടി ആൾക്കാർ വെയിറ്റിംഗ് ആണ് കേട്ടോ. ഈ ഒരു ബോട്ടിൽ വലിയ പൈസയൊന്നുമില്ലേ, ചെറിയൊരു പൈസക്ക് നമുക്കൊരു അടിപൊളി ബോട്ട് യാത്രയൊക്കെ സാധിപ്പിക്കാനും കൂടെ ഈ ഒരു അവസരത്തിൽ നമുക്ക് സാധിക്കും. കുഞ്ഞാറ്റേന്റെ കയ്യിൽ ഒരു നായക്കുട്ടിനെ കിട്ടിയാല് ഇതാവും അവസ്ഥ. സുന്ദരിയായിരുന്നു. എൻ്റെ പോലത്തെ ഏതോ ഒരു കുട്ടിയുടെ പരിപാടിയാണത്. ആ നായക്കുട്ടിക്ക് കണ്ണും പുരിയൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. ഇന്നലെ നമ്മള് പ്രസാദൊക്കെ കഴിച്ചാണ്, എന്നാലും ഇന്നും പ്രസാദം കൊടുക്കുന്നുണ്ടപ്പോ ഞാനും എൻ്റെ അമ്മയും കുത്തി തിരക്കി വീണ്ടും പ്രസാദൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ. അവരാരും കേറിയില്ല. ഞങ്ങൾ മേടിച്ച പ്രസാദത്തിന് അവർക്ക് കുറച്ച് കൊടുത്തു. പിന്നെ ഞാൻ കുറച്ച് എന്റെ സാരി പ്രഹസനായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വെൽവെറ്റ് ഗാർഡൻ കളക്ഷൻ എന്നുള്ള ഇൻസ്റ്റാ പേജിൽ നിന്ന് വന്നതാണ്. ഈ മൽക്കോട്ടന്റെ സാരികളൊക്കെ നല്ല ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ. ഈ സാരി കാണാൻ നല്ല ഭംഗിയുള്ള കളറുമാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലത്തെ സാരിയൊക്കെ വേണമെങ്കിൽ ഇൻസ്റ്റയിൽ കയറിയിട്ട് ആ ഒരു പേജ് പോയി DM ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പ്രൊഡക്റ്റ് ഒക്കെ അയച്ചു തരും. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ക്വാളിറ്റി മൽക്കോട്ടൻ സാരികളാണ്. നമ്മൾ തിരിച്ചു പോകാൻ ട്രെയിന് നോക്കിയപ്പോഴത്തേക്കും ഒന്ന് വന്നിട്ട് രാവിലെ നേരത്തെ ആയിരുന്നു. അതിന് നമ്മൾ എന്തായാലും എത്തൂല. പിന്നെ വന്നിട്ട് ഉച്ചരിങ്ങിട്ടാണ് ഒരു 2:30-3 മണിക്കോ എങ്ങാനോ ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് റൂം എന്തായാലും ഒഴിഞ്ഞു കൊടുക്കേണ്ട ആ ഒരു സമയത്ത് തന്നെ മാറിക്കൊടുത്തു, ഇല്ലെങ്കിൽ പിന്നെ റെന്റ് കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഒരു 10-11 മണിയായപ്പോഴത്തേക്കും നമ്മള് നമ്മുടെ പെട്ടിയും പ്രമാണം ഒക്കെ എടുത്ത് തിരിച്ചിറങ്ങി. ഞാൻ പോകുന്ന വഴിക്ക് ഒന്നുകൂടെ നടക്കില് എന്റെ നെഞ്ചത്ത് കൈ വെച്ചിട്ട് മുത്തപ്പനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടോ. എല്ലാ വർഷവും മുത്തപ്പനെ വന്ന് തൊഴാനും അനുഗ്രഹം മേടിക്കാനും ഒക്കെ നമുക്ക് ഭാഗ്യം ഉണ്ടാവട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലാണ് തിരിച്ച് നമ്മൾ അവിടുന്ന് പോന്നിരിക്കുന്നത്. പിന്നെ നമ്മൾ അവിടുന്ന് ബസ് കയറി അങ്ങനെ നേരെ നമ്മള് റെയിൽവേ സ്റ്റേഷന്റെ അവിടെ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മള് വന്നന്ന് കഴിച്ചില്ലായിരുന്നോ ചോറ്, ഇന്ത്യൻ കോഫി ഹൗസ്, അവിടെ നിന്ന് തന്നെയാണ് ബിരിയാണി കഴിച്ചേട്ടോ. അപ്പൊ ബിരിയാണി എല്ലാം കഴിച്ച് നമ്മളിതാ തിരിച്ച് വീണ്ടും ഓർഡിനറി ട്രെയിനിൽ തന്നെ കയറിയിട്ടുണ്ട്. നല്ല കുത്തി തിരക്കായിരുന്നു, പക്ഷെ നമുക്ക് സീറ്റൊക്കെ കിട്ടി. അതിന്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങാനാ പാടുപെട്ടെ. അപ്പൊ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരത്തേക്ക് എല്ലാവർക്കും നല്ലൊരു ടാറ്റ ബൈ ബൈ.